സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് സമരം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബസ് പണിമുടക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജേരുന്നു. വിനയ, നിലവിൽ ബസ് സമരത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം ജില്ലയിലെ സമരം സാരമായി ബാധിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം യാത്രക്കാരാണ് ഇപ്പോൾ ബസ് കാത്ത് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹൈക്കോടതി ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷനിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും നിരവധി ആളുകളാണ് മണിക്കൂറുകളോളമാണ് ബസ് കാത്ത് നിൽക്കുന്നത്. ഈ KSRTC ബസ് മാത്രമാണ് ബദൽ സർവീസായും സ്വകാര്യ ബസ്സുകൾക്ക് പകരം ബദൽ സർവീസുകളായി KSRTC ബസ്സുകൾ നിരത്തിലിറക്കിയിട്ടുണ്ടെങ്കിലും ഈ ബസ്സുകൾ വരേണ്ട ഒരു താമസമടക്കമുണ്ട് എന്നാണ് യാത്രക്കാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രധാനമായും ഇന്ന് ഈ സൂചനാ പണിമുടക്ക് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ ബദൽ സർവീസുമായി KSRTC ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും നിരവധി ആളുകളാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി പേരാണ് ഈ ജോലിക്കും മറ്റുമായി എറണാകുളം ജില്ലയിലേക്ക് എത്തുന്നത്. അതും മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് എറണാകുളം ജില്ലയിലേക്ക് എത്തുകയും മറ്റും ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്വകാര്യ ബസ് സമരം സാരമായി തന്നെ ബാധിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ചേട്ടാ, എവിടേക്കാ പോകുന്നത്? എനിക്ക് എടപ്പള്ളി ബൈപ്പാസ് ഇവിടെ പോകണം. ഇതിപ്പോ എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? 3 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നത്. ഈ ബസ് സമരം സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അല്ലേ? ഈ ബസ് സമരമുണ്ട്. എനിക്ക് ഡ്യൂട്ടിക്ക് തന്നെ ഞാനാണ് 3 മണിക്കൂർ ഇവിടെ നിൽക്കുന്നത്. ഈ ബസ് സമരമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉദ്ദേശിച്ച കാര്യം പോലെ നടന്നില്ല. അതായത് നമുക്ക് KSRTCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം എന്നോട് പറഞ്ഞത് ജെട്ടിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ഈ റൂട്ടുള്ളത്. അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ വന്നാൽ മതി. ഒരുപാട് ആൾക്കാർ എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ നിൽക്കണുണ്ട്. അതുള്ള കാര്യങ്ങൾ. ഇതിപ്പോ അവസാനമായിട്ട് എപ്പോഴാണ് KSRTC ബസ് വന്നത്? KSRTC ബസ്സിൽ ഞാൻ കയറിയപ്പോൾ 7:20 എനിക്ക് ബസ് ഇവിടെ നിൽക്കിയത്. ഞാൻ അവിടെ നിൽക്കണതും 1 മണിക്കൂർ അവിടെ നിന്നിട്ട് എനിക്ക് ആ വണ്ടി കിട്ടിയത്. ഇപ്പൊ ഇവിടെ എത്ര നേരമായി KSRTC ബസ്? ഇവിടെ ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞു. 3 മണിക്കൂറായിട്ട് ഇതുവരെ ഒരു KSRTC ബസ് വന്നിട്ടില്ല. 1 മണിക്കൂർ ഞാൻ ഇവിടെ വന്നിട്ട്. പിന്നെ ഞാൻ വന്ന ശേഷം ഒരു വണ്ടി പോയത് 3 മണിക്കൂറായി. എനിക്ക് 7 മണിക്ക് ഡ്യൂട്ടിക്ക് തന്നെ ഞാനാണ് എടപ്പള്ളിയിൽ കിൻഡർ ഹോസ്പിറ്റലിൽ. ഇതേപോലെ തൊഴിലാളികൾ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ മുതൽ ഇവിടെ ബസ് കാത്തു നിൽക്കുകയാണ്. KSRTC ബസ്സുകൾക്ക് ബദൽ സർവീസ് അല്ലെങ്കിൽ ബദൽ സർവീസുകളായി KSRTC ബസ്സുകൾ നിരത്തിലിറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നിരവധി ആളുകളാണ് ഇപ്പോഴും ഈ ബസ് കാത്ത് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ഒരു KSRTC ബസ് വരികയും അതിൽ തിങ്ങി നിറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഈ സ്വകാര്യ ബസ് സർവീസുകൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ ഈ ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. മണിക്കൂറുകളോളമായി ഇവരൊക്കെ തന്നെ ബസ് കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. പ്രധാനമായും ഈ സ്വകാര്യ ബസ് സമരം ജനങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ചേച്ചി, എവിടേക്കാ പോകുന്നത്? ഞാൻ പെരുമ്പാവൂർക്കാണ്. ഇപ്പൊ എത്ര നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? വെയിറ്റ് ചെയ്യണത് KSRTC ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് മംഗലേറ്റ ആഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോ KSRTC ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതുവരെയും ഒരു KSRTC ബസ് എത്തിയിട്ടില്ല. ഏകദേശം 3 മണിക്കൂറായി 1 മണിക്കൂറായി നിൽക്കുന്ന ആളുകളുമുണ്ട്. ഇവരൊക്കെ പറയുന്നത് KSRTC ബസ് സർവീസ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 7 മണിക്ക് ജോലിക്ക് കയറേണ്ട ഞങ്ങളാണ്. സമയം ഇപ്പോൾ 8 മണിയോടെ ആയി. 1 മണിക്കൂറോളം വൈകുന്ന സാഹചര്യമാണ്. ഇതുവരെയും ഒരു ബസ് പോലും വന്നിട്ടില്ല. 3 മണിക്കൂറായി ഈ ഭാഗത്തേക്ക് ഒരു KSRTC ബസ് വന്നിട്ട് എന്നടക്കമാണ് പറയുന്നത്. ചേച്ചി, എവിടേക്കാ പോകുന്നത്? കളമശ്ശേരി. ഇന്ന് സ്വകാര്യ പണിമുടക്കാണെന്ന് അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നില്ലേ? ചേച്ചി അറിഞ്ഞിരുന്നു? പറഞ്ഞു ഞങ്ങളോട് വരാൻ പറഞ്ഞു. അപ്പൊ ഈ KSRTC ബസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോ? അതുണ്ടെന്നുള്ളതിലാണ് വന്നത്. അതിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ബസ് ജോലിക്ക്. ഇന്ന് ഈ സൂചന പണിമുടക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം അത് അല്ലെങ്കിൽ ബസ് ഒന്നും ഉണ്ടാവില്ല, സ്വകാര്യ ബസ്സുകൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. അത് ഇല്ലല്ല, ബസ്സില്ല. അല്ല, പല സമയത്തായി പണിമുടക്കടക്കം നടത്തുമ്പോഴും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഒരു ബസ്സും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല.
ഇപ്പോൾ മണിക്കൂറുകളോളം കാത്തു നിന്നതിന് ശേഷമാണ് ഒരു KSRTC ബസ് വരുന്നത്. ഈ KSRTC ബസ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം യാത്രക്കാരടക്കം തന്നെ തയ്യാറെടുക്കുകയാണ്. ഏകദേശം മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയായിരുന്നു ഒരു ബസ്സിന് വേണ്ടിയിട്ട്. സ്വകാര്യ ബസ്സുകളില്ല, സ്വകാര്യ ബസ്സുകളടക്കം തന്നെ പണിമുടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് KSRTC ബസ്സുകളാണ്. പക്ഷേ ഈ KSRTC ബസ്സുകൾ മാത്രമുള്ളപ്പോഴും KSRTC ബസ്സിലെ തിരക്ക് അസഹനീയമാണ്. കാരണം അത്രത്തോളം തിരക്കാണ് ഓരോ KSRTC ബസ്സുകളിലും കാണാൻ സാധിക്കുന്നത്. ഈ ബസ്സുകളിൽ ഇനി എങ്ങനെയാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നത് എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ബസ്സുകൾ നിർത്തിയാൽ തന്നെ KSRTC ബസ്സുകൾ നിർത്തിയാൽ തന്നെ യാത്രക്കാരടക്കം പോകുന്നുണ്ടെങ്കിലും എവിടെ കയറും എന്നൊരു ചോദ്യമുണ്ട്. കാരണം അത്രത്തോളം തിരക്കാണ് ഈ ബസ്സുകളിൽ മറ്റും കാണാൻ സാധിക്കുന്നത്. തിങ്ങി നിറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ് സർവീസുകൾ പണിമുടക്കിയത് ജനങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. 7 മണിക്ക് ജോലിക്ക് പോകേണ്ട ആളുകളാണ് ഇപ്പോഴും ജോലിക്ക് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ബസ്സുകളിൽ നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം തിരക്ക് തന്നെയാണ് ഈ ബസ്സുകളിൽ മറ്റും കാണാൻ സാധിക്കുന്നത്. സ്വകാര്യ ബസ് സർവീസുകൾ പണിമുടക്കിയതും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സ്വകാര്യ ബസ് സർവീസ് ഉടമകളുമായെല്ലാം ഒരു ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകാനടക്കം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു സൂചനാ പണിമുടക്കാണുള്ളത്. എന്നാൽ ഇതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് അടക്കം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലെ അനിശ്ചിതകാല സമരത്തിലേക്ക് അടക്കം പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. ഒറ്റ ദിവസം മാത്രമാണ് ഈ കാണുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. അതൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ KSRTC ബസ്സുകൾ ബദൽ സർവീസായി ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഓരോ KSRTC ബസ്സുകളിലും കാണാൻ സാധിക്കുന്ന കാഴ്ച ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണുള്ളത്. കാരണം അത്രത്തോളം തിരക്ക് തന്നെയാണുള്ളത്. പലരും മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പണിമുടക്കാണ്. എന്നാൽ ഈ സ്വകാര്യ പണിമുടക്കാണെങ്കിലും ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. കാരണം ജോലിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും എത്തേണ്ടതുമുണ്ട്. ഈ KSRTC ബസ് സർവീസുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആളുകളടക്കം തന്നെ എത്തുന്നത്. എന്നാൽ ഈ KSRTC ബസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ എത്രത്തോളം തിരക്കുകളാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കാം. ഇപ്പോൾ ഈ ബസ്സിലൊന്നും കയറാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കാരണം അത്രത്തോളം തിരക്കാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകും. കാരണം അത്രത്തോളം തിരക്കാണ് ഈ KSRTC ബസ്സുകളിൽ കയറുന്നതിന് വേണ്ടിയുള്ളത്. ഈ നേരത്തെ സംസാരിച്ചപ്പോഴടക്കം വ്യക്തമാക്കിയ ഒരു കാര്യവും ഇത് തന്നെയാണ്. ഈ മണിക്കൂറുകളോളം കാത്തുനിന്നതിന് ശേഷമാണ് ഒരു ബസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ കയറേണ്ടത് അല്ലെങ്കിൽ കയറുക എന്നത് തന്നെയാണ് ഇവരുടെ ഒരു ആവശ്യമായിട്ടും ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ജനങ്ങളെ സാരമായി തന്നെ ഈ പണിമുടക്കിപ്പോൾ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ദീപ്തി, സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബസ് പണിമുടക്ക് നടത്തുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വൻ തിരക്ക് തന്നെയാണ് ബസ്സുകളിലടക്കം നേരിടുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് കക്കാടംപോയിൽ കാട്ടാന ആക്രമണം. വീട്ടുമുറ്റത്ത് കിടന്ന ജീപ്പ് കാട്ടാന കുത്തിമറിച്ചു. പീടികപ്പാറ തേനരുവിയിലാണ് ആന ഇറങ്ങിയത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. നിരവധി തവണ വനം